സെന്നി ഹ്യൂമൻ്റെ ഹ്യൂസ്റ്റൺ വോയിസിന് വേണ്ടി ഞാൻ എൻ്റെ പഴയ ഒരു കവിതയിലെ ചുരുക്കം ചില വരികൾ ചൊല്ലാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ കവിതയുടെ പേര് ഉണർത്തുപാട്ട് എന്നാണ്. അരയാലിൻ ചോട്ടിലിരുന്നു നാം പാടിയ പെരുമാളിൻ കഥയല്ല ഈ ജീവിതം. അരയാലിൻ ചോട്ടിലിരുന്നു നാം പാടിയ പെരുമാളിൻ കഥയല്ല ഈ ജീവിതം. പരകോടി മനുഷ്യർ അന്യോന്യം കരുതിയ കരുണയിൻ സാഫല്യമീ ജീവിതം. പരകോടി മനുഷ്യർ അന്യോന്യം കരുതിയ കരുണയിൻ സാഫല്യമീ ജീവിതം. ജ്ഞാനോദയം കഴിഞ്ഞിത്ര നാൾ പോന്നിട്ടും കാനോനിൽ തൂങ്ങിക്കിടപ്പു നമ്മൾ. ജ്ഞാനോദയം കഴിഞ്ഞിത്ര നാൾ പോന്നിട്ടും കാനോനിൽ തൂങ്ങിക്കിടപ്പു നമ്മൾ. മനുസ്മൃതി മാത്രമാണ് ആധാരമിന്നെന്ന് മാനമില്ലാതെ നാം ചൊല്ലിടുന്നു. മനുസ്മൃതി മാത്രമാണ് ആധാരമിന്നെന്ന് മാനമില്ലാതെ നാം ചൊല്ലിടുന്നു. അജ്ഞത കൊണ്ടു നാം അണിയിച്ചൊരുക്കിയ അജ്ഞാതശക്തി തൻ അത്ഭുത സിദ്ധിയെ. അജ്ഞത കൊണ്ടു നാം അണിയിച്ചൊരുക്കിയ അജ്ഞാതശക്തി തൻ അത്ഭുത സിദ്ധിയെ. വിജ്ഞാനദാഹം ശമിച്ചുകൂടായ്കയാൽ ജിജ്ഞാസയോടെ നാം ശങ്കിച്ചറിയണം. വിജ്ഞാനദാഹം ശമിച്ചുകൂടായ്കയാൽ ജിജ്ഞാസയോടെ നാം ശങ്കിച്ചറിയണം. വേണ്ട നമുക്കിനി ദുരഭിമാനക്കൊല. വേണ്ടതിലധികമായി ദുരാചാരങ്ങളും. വേണ്ട നമുക്കിനി ദുരഭിമാനക്കൊല. വേണ്ടതിലധികമായി ദുരാചാരങ്ങളും. പണ്ടേ അറിവുള്ളോർ പറഞ്ഞതല്ലേ തല്ലുകൊണ്ടാലും ഉണരില്ല ഉറക്കം നടിക്കുന്നോർ. പണ്ടേ അറിവുള്ളോർ പറഞ്ഞതല്ലേ തല്ലുകൊണ്ടാലും ഉണരില്ല ഉറക്കം നടിക്കുന്നോർ. ഇതാണ് എൻ്റെ ഉണർത്തുപാട്ട്. താങ്ക് യു. മറ്റൊരു കവിത ആത്മഗതം. ഞാൻ എന്നോട് തന്നെ, എൻ്റെ മനസ്സിനോട് തന്നെ പറയുന്ന കുറച്ച് വരികളാണ്. അതിങ്ങനെ പോകും. ഉണർന്നിരിക്ക നീ മനമേ എന്നെന്നും ഉണർത്തുപാട്ടുമായി ഇനി വരില്ലാരും. ഉണർന്നിരിക്ക നീ മനമേ എന്നെന്നും ഉണർത്തുപാട്ടുമായി ഇനി വരില്ലാരും. തണുത്തുപോയി നവ ഉത്ഥാന നായകർ, അണഞ്ഞു പോയവർ തെളിച്ച ദീപങ്ങൾ. നവോത്ഥാന നായകർ എന്നുള്ളതിന് പകരം ഞാൻ നവ ഉത്ഥാന നായകർ എന്ന് മനഃപൂർവ്വം എഴുതിയതാണ്. തണുത്തുപോയി നവ ഉത്ഥാന നായകർ, അണഞ്ഞു പോയവർ തെളിച്ച ദീപങ്ങൾ. ഉണർന്നിരിക്ക നീ മനമേ എന്നെന്നും ഉണർത്തുപാട്ടുമായി ഇനി വരില്ലാരും. തെളിഞ്ഞു നിന്നൊരു എഴുത്തുകാർ പോലും, തെളിഞ്ഞു നിന്നൊരു എഴുത്തുകാർ പോലും ഒളിച്ചു പോയതോ ഇസം മറയാക്കി. തെളിഞ്ഞു നിന്നൊരു എഴുത്തുകാർ പോലും ഒളിച്ചു പോയതോ ഇസം മറയാക്കി. തെളിവുണ്ടെങ്കിലേ ശരിയുള്ളൂവെന്ന് തെളിഞ്ഞിട്ടും അവർ എഴുതുന്നുമില്ല. തെളിവുണ്ടെങ്കിലേ ശരിയുള്ളൂവെന്ന് തെളിഞ്ഞിട്ടും അവർ എഴുതുന്നുമില്ല. ഗണിച്ചു ചൊല്ലുന്ന ഗുരുക്കന്മാർ പോലും ഗണത്തെ ഒന്നാകെ കരുതുന്നുമില്ല. ഗണിച്ചു ചൊല്ലുന്ന ഗുരുക്കന്മാർ പോലും ഗണത്തെ ഒന്നാകെ കരുതുന്നുമില്ല.
കണക്കു ചോദിക്കാൻ പുറപ്പെടുന്നോരോ നിണമൊഴുക്കിട്ടേ കണക്കു നോക്കുള്ളൂ. കണക്കു ചോദിക്കാൻ പുറപ്പെടുന്നോരോ നിണമൊഴുക്കിട്ടേ കണക്കു നോക്കുള്ളൂ. ഉണർന്നിരിക്ക നീ മനമേ എന്നെന്നും ഉണർത്തുപാട്ടുമായി ഇനി വരില്ലാരും. അണഞ്ഞു പോകാത്ത അറിവിൻ ദീപങ്ങൾ ഉണർന്നിരുന്നു നീ ഉയർത്തിക്കാട്ടുക. അണഞ്ഞു പോകാത്ത അറിവിൻ ദീപങ്ങൾ ഉണർന്നിരുന്നു നീ ഉയർത്തിക്കാട്ടുക. എൻ്റെ മനസ്സിനോട് തന്നെ പറയുകയാണ്, നീ വളരെ ജാഗ്രതയോടെ ഇരിക്കുക. ഇനി ഒരു പക്ഷേ പഴയ കാലത്തെ പോലെ ഉണർത്തുപാട്ടുമായി ആരും വരികയില്ല. നീ തന്നെ ഉണർന്നിരുന്ന് അറിവിൻ്റെ ദീപങ്ങൾ നീ തന്നെ ഉയർത്തിക്കാട്ടുക. നിന്നിൽ ആ റെസ്പോൺസിബിലിറ്റി, ആ ഡ്യൂട്ടി നിന്നിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന, എൻ്റെ മനസ്സിനോട് തന്നെ പറയുന്ന വരികളാണ് എൻ്റെ. താങ്ക് യു. വിഷൻ വോയിസിൻ്റെ സെന്നിക്ക് വേണ്ടി ഞാൻ മറ്റൊരു കവിതയെ ചൊല്ലാം. ഒരുപക്ഷേ പാട്ടാണോ പറച്ചിലാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ കവിതയുടെ പേര് നവദർശനങ്ങൾ. നവദർശനങ്ങൾ. ഇന്നലെ കണ്ട കിനാക്കളെല്ലാം ഇന്നലെ കണ്ട കിനാക്കളെല്ലാം ഇന്നിൻ പ്രഭയിലലിഞ്ഞു പോയി. ഇന്നലെ കണ്ട കിനാക്കളെല്ലാം ഇന്നിൻ പ്രഭയിലലിഞ്ഞു പോയി. ഇന്നിൻ അയുക്തിക ചിന്തകളോ നാളത്തെ വിദ്യയിലറ്റുപോകും. ഇന്നിൻ അയുക്തിക ചിന്തകളോ നാളത്തെ വിദ്യയിലറ്റുപോകും. ഇന്നീ പ്രപഞ്ചത്തിൽ കാൺമതെല്ലാം ഒന്നിൽ നിന്നൊന്നു ഭവിച്ചതല്ലേ. ഇന്നീ പ്രപഞ്ചത്തിൽ കാൺമതെല്ലാം ഒന്നിൽ നിന്നൊന്നു ഭവിച്ചതല്ലേ. ഒന്നാമതെത്തുവാനോടിയാലും ഒന്നാണ് നമ്മളെന്നോർത്തിടേണം. ഒന്നാമതെത്തുവാനോടിയാലും ഒന്നാണ് നമ്മളെന്നോർത്തിടേണം. ജ്ഞാനവും ഓർമ്മയും ഒന്നിക്കുമ്പോൾ ഞാനെന്ന ബോധമൊരുത്തിരിയും. ജ്ഞാനവും ഓർമ്മയും ഒന്നിക്കുമ്പോൾ ഞാനെന്ന ബോധമൊരുത്തിരിയും. ഞാൻ ഈ പ്രപഞ്ച തന്മാത്രയെന്ന് നാണിച്ചറിഞ്ഞിടും ചിന്തിക്കുകിൽ. ഞാൻ ഈ പ്രപഞ്ച തന്മാത്രയെന്ന് നാണിച്ചറിഞ്ഞിടും ചിന്തിക്കുകിൽ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ഗോത്രത്തിൻ ചങ്ങല പൊട്ടിച്ചു നാം ശാസ്ത്രച്ചിറകിൽ പറന്നുയരാം. ഗോത്രത്തിൻ ചങ്ങല പൊട്ടിച്ചു നാം ശാസ്ത്രച്ചിറകിൽ പറന്നുയരാം. ഉയരും നവദർശന ചിന്തകളിൽ ഉച്ചനീചത്വങ്ങൾ കാണുകില്ല. ഉയരും നവദർശന ചിന്തകളിൽ ഉച്ചനീചത്വങ്ങൾ കാണുകില്ല. ഒരുപാട് ചൊല്ലി ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു. മറ്റൊരു കവിതയാണ് ഗസയുടെ ഗദ്ഗതം എന്ന പേരിൽ ഞാൻ എഴുതിയിരുന്നു. അത് നമ്മുടെ ഇസ്രയേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ കുറേ നാളിന് മുമ്പ്, എന്ന് വെച്ചാൽ ഒരു 6 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഞാനിത് എഴുതിയത്. അന്ന് തന്നെ ഏതാണ്ട് 25,000-ഓളം ആൾക്കാർ മരിച്ചതായിട്ട് പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നതിന് ആ സമയത്ത് ഞാൻ എഴുതിയ കവിതയാണ്.
അത് കഴിഞ്ഞ് വീണ്ടും അനേകം ആൾക്കാർ അവിടെ മരിച്ചതായിട്ടാണ് വീണ്ടും വന്ന റിപ്പോർട്ടുകൾ. ഏതായാലും അന്ന് ഞാൻ എഴുതിയ കുറച്ച് വരികൾ ഇങ്ങനെയാണ്. 25,000 കടന്നു മൃതരിപ്പോൾ, ഇരുപക്ഷത്തുമില്ല മനസ്താപമൽപ്പവും. 25,000 കടന്നു മൃതരിപ്പോൾ, ഇരുപക്ഷത്തുമില്ല മനസ്താപമൽപ്പവും. മതരാഷ്ട്രങ്ങളെന്നും അശാന്തി വിളനിലം, ഹിതകരമല്ലൊരു നയവും വ്യവസ്ഥയും. മതരാഷ്ട്രങ്ങളെന്നും അശാന്തി വിളനിലം, ഹിതകരമല്ലൊരു നയവും വ്യവസ്ഥയും. തമസിൻ ശക്തിയാം കിരാതയുദ്ധങ്ങളിൽ അമരത്തായുണ്ടാകും ആയുധവ്യാപാരികൾ. തമസിൻ ശക്തിയാം കിരാതയുദ്ധങ്ങളിൽ അമരത്തായുണ്ടാകും ആയുധവ്യാപാരികൾ. സ്വസ്ഥാനമുറപ്പിക്കാൻ യുദ്ധവും തന്ത്രങ്ങളും അസ്ഥാനത്താക്കുന്നോരോ അതിജീവനത്തെയും. സ്വസ്ഥാനമുറപ്പിക്കാൻ യുദ്ധവും തന്ത്രങ്ങളും അസ്ഥാനത്താക്കുന്നോരോ അതിജീവനത്തെയും. പിറന്ന നാട്ടിലവർ അഭയാർത്ഥികളായി നിറഞ്ഞു കവിയുന്നു ശവക്കോട്ടകളെല്ലാം. പിറന്ന നാട്ടിലവർ അഭയാർത്ഥികളായി നിറഞ്ഞു കവിയുന്നു ശവക്കോട്ടകളെല്ലാം. അബ്രാമിൻ കൊച്ചുമക്കൾ നിഗ്രഹം തുടരുന്നു, ഗബ്രിയേലിൻ വാഗ്ദാനമോ പൊള്ളയായി ശേഷിക്കുന്നു. അബ്രാമിൻ കൊച്ചുമക്കൾ നിഗ്രഹം തുടരുന്നു, ഗബ്രിയേലിൻ വാഗ്ദാനമോ പൊള്ളയായി ശേഷിക്കുന്നു. രക്തമാംസങ്ങൾ കരിഞ്ഞുയരും തീഷ്ണഗന്ധം, ഭക്തർതൻ ഹോമയാഗം ദൈവങ്ങൾക്കെന്നുമിഷ്ടം. രക്തമാംസങ്ങൾ കരിഞ്ഞുയരും തീഷ്ണഗന്ധം, ഭക്തർതൻ ഹോമയാഗം ദൈവങ്ങൾക്കെന്നുമിഷ്ടം. ഗസതൻ ഗദ്ഗദത്തിൻ മാറ്റൊലി കേട്ടിട്ടും നാം അസലായി ഉറങ്ങുന്നു വേദമന്ത്രങ്ങൾ ചൊല്ലി. ഗസതൻ ഗദ്ഗദത്തിൻ മാറ്റൊലി കേട്ടിട്ടും നാം അസലായി ഉറങ്ങുന്നു വേദമന്ത്രങ്ങൾ ചൊല്ലി. അല്ലാഹു നിൻ കാരുണ്യം, യഹോവേ നിന്റെ ബലം, ഉള്ളം നിറഞ്ഞു എന്നെന്നും വാഴ്ത്തിപ്പാടാം. അല്ലാഹു നിൻ കാരുണ്യം, യഹോവേ നിന്റെ ബലം, ഉള്ളം നിറഞ്ഞെന്നെന്നും വാഴ്ത്തിപ്പാടാം നമുക്കെന്നും. ജോസഫ് നമ്പിമഠം എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. അദ്ദേഹം ഡാളസിലായിരുന്നപ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ലാനയുടെ സാരഥി ആയിരുന്നല്ലോ അദ്ദേഹം നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഡാളസിൽ ആയിരിക്കുമ്പോൾ ഒരു കവിതയുടെ സമാഹാരം പ്രസിദ്ധീകരിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനും അതിൻ്റെ കുറച്ച് കവിതകൾ എഴുതി കൊടുത്ത് അത് പ്രസിദ്ധീകരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കവിതകൾ അദ്ദേഹം ഇപ്പോൾ ഹൂസ്റ്റണിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല ഒരു കവിയും ചിന്തകനും ആയിട്ടാണ് എനിക്ക് എന്നും നമ്പിമഠത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ അധികം നമ്മുടെ അമേരിക്കൻ സാഹിത്യ ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കവിതകളാണ്. ലാനയുടെയും ഫൊഗാനയുടെയും ഒക്കെ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്പിമഠം വിദേശ മലയാള സാഹിത്യത്തിൽ സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്പിമഠത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു. ഓണത്തിൻ്റെ സീസൺ ആയല്ലോ. അപ്പോൾ ഓണത്തെ ഓർമ്മിച്ച് ഒരു പഴയ പാട്ട് പാടാൻ ശ്രമിക്കാം.
പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ. ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോമനകളാ വന്നു നിൽക്കുന്നു മുന്നിൽ. ഇന്നും വന്നു നിൽക്കുന്നു മുന്നിൽ. മാവിൻ്റെ ചില്ലയിൽ തുള്ളിച്ചിരിക്കുന്ന പൂവാലനണ്ണാനെ നില്ലു നില്ല്. മാവിൻ്റെ ചില്ലയിൽ തുള്ളിച്ചിരിക്കുന്ന പൂവാലനണ്ണാനെ നില്ലു നില്ല്. താഴേക്കെനിക്കൊരു ചക്കര മാമ്പഴം തായോ എന്നരുമയായി കെഞ്ചുന്നു. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ. ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. ഞാവൽപ്പഴം തിന്നു നാവുകറുക്കുമ്പോൾ നാണിച്ചു നീ എന്നെ നോക്കുന്നു. ഞാവൽപ്പഴം തിന്നു നാവുകറുക്കുമ്പോൾ നാണിച്ചു നീ എന്നെ നോക്കുന്നു. നീർക്കോഴിയോടു കലം വച്ചു നിന്നതൻ പൂക്കുട കീഴിലിരിക്കുന്നു. നീർക്കോഴിയോടു കലഹിച്ചു കൈതതൻ പൂക്കുട കീഴിലിരിക്കുന്നു. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ. ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. താങ്ക് യു.